അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിൽ യൂണിറ്റ് 2 ചാപ്റ്റർ 8 ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്. ഇത് പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെൻ്റ് ആണ് ആദ്യം നോക്കുന്നത്. പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും? റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ക്ലാസ് റൂംസ് ആവാം, വർക്ക് സെറ്റിങ്സ് ആവാം. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആവാം, സ്ട്രക്ചേർഡ് ടാസ്കുകളാവാം, അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിങ്സ് ആയിരിക്കാം. പിന്നെ റിട്ടൺ എക്സാംസ്, OCCEs, വൈവാസ്, റിപ്പോർട്ട്സ്, പോർട്ട്ഫോളിയോ, ജേർണൽസ്, പ്രസൻറ്റേഷൻസ്, എസ്സേസ് ഒക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഫോർമേറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടും. നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളാണെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പിന്നെ അസസ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ ലേണിങ്ങും കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. വെർബൽ ആൻഡ് നോൺ വെർബൽ റെസ്പോൺസസ് കിട്ടും. അതാണ് പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെൻറ്റ്. അടുത്തത് EBA, അതായത് എവിഡൻസ് ബേസ്ഡ് അസസ്മെൻറ്റ്. ഇത് റിസർച്ച് സപ്പോർട്ടഡ് മെത്തേഡ്സിനെയും കോൺക്രീറ്റ് എവിഡൻസിനെയൊക്കെ യൂസ് ചെയ്ത് റിസൾട്ടിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒന്നാണ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നത് മാർക്സ്, റിപ്പോർട്ട്സ്, ഡയറീസ്, ലോഗ്സ്, ജേർണൽസ്, വീഡിയോസ്, പോർട്ട്ഫോളിയോസ്, പ്രോജക്ട്സ്, ഇതൊക്കെയാണ്. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് പറഞ്ഞാൽ ലേണിങ്ങിനെ കുറിച്ച് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, തിയറിയും പ്രാക്ടീസിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റും, റിയൽ വേൾഡ് ടാസ്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ലേണിംഗ് കോണ്ടെക്സ്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ലേണിംഗ് പ്രോഗ്രസ്, പിന്നെ ഔട്ട്പുട്ട് ക്വാളിറ്റി, അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് ദി നോളജ് ആൻഡ് സ്കിൽസ്, റിട്ടേൺ എക്സ്പ്രഷൻ ആൻഡ് ബ്രോഡർ കണ്ടന്റ്, സ്റ്റുഡൻസ്, പാരൻസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ ഇൻഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി പെർഫോമൻസ് ബേസ്ഡ് അസസ്മെൻ്റ് ആണെങ്കിൽ ലേണറിനോട് ഏതെങ്കിലും ഒരു ടാസ്ക് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പറയാം. അതായത് ഒരു റിയൽ ലൈഫ് ക്രൈറ്റീരിയ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ്, പ്രോഗ്രസ്, സ്കില്ലൊക്കെ മെഷർ ചെയ്യും. അതുപോലെ ഇത് യൂസ്ഫുൾ ആവുന്നത് ഒബ്ജക്റ്റീവ് എസ്സേ ടെസ്റ്റുകളൊന്നും ട്രൂ ലേണിംഗ് റിഫ്ലക്റ്റ് ചെയ്യില്ല എന്നുള്ളപ്പോഴായിരിക്കും. റിയൽ ലൈഫ് പെർഫോമൻസ് ഇവാലുവേഷന് വളരെയധികം സൂട്ടബിൾ ആയിരിക്കും. ഇതിലെ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ ദ പ്രോസസ്സ്. ആ പ്രക്രിയയിൽ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ആ പ്രൊഡക്റ്റിന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രോസസ്സ് ഒബ്സർവബിൾ ആണ്, എസെൻഷ്യൽ ആണ് എന്നുള്ളപ്പോഴാണ്. ഇനി അത് പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി മാസ്റ്റേഡ് ആണ്. ഇനി പല ടൈപ്പ് ഓഫ് പെർഫോമൻസ് ടാസ്കുകളുണ്ട്. റിയലിസ്റ്റിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അതായത് ഡ്രഗ് യൂസിന് റെഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഓറൽ സൈക്കോമോട്ടർ വിത്തൗട്ട് പ്രൊഡക്റ്റ്, അതായത് മൈക്രോസ്കോപ്പിൻ്റെ യൂസ്, റിട്ടേൺ സൈക്കോമോട്ടർ വിത്ത് പ്രൊഡക്റ്റ്, റിപ്പോർട്ട് റൈറ്റിംഗ്. പിന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചില ടാസ്കുകളുണ്ട്, ഷോർട്ട് ടാസ്കുകൾ, 1 minute സ്പീച്ച്, എക്സ്റ്റെൻഡഡ് ടാസ്കുകളുണ്ട്, ബ്രോഡ് കോംപ്ലക്സ് ടാസ്ക്, നോവൽ റിവ്യൂ ഒക്കെ. ഇനി പെർഫോമൻസ് ബേസ്ഡ് അസസ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. സെറ്റ്സ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, ടാർഗറ്റ്സ് ഒക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടി ഡിഫൈൻ ചെയ്യും. ഇവാലുവേഷൻ റിലയബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും, ഇൻസ്ട്രക്ഷനുമായിട്ട് കൂട്ടിച്ചേർക്കും. പിന്നെ ഡെവലപ്പിംഗ് പെർഫോമൻസ് ടാസ്കിലെ കീ ക്വസ്റ്റ്യൻസ്. വാട്ട് സ്റ്റുഡൻസ് നോ ഓർ ഡു, എന്താണ് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പെർഫോമൻസ്. ഹൗ ഈസ് എക്സ്പെർട്ട് ജഡ്ജ്മെൻറ്റ് യൂസ്ഡ്, എങ്ങനെയാണ് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത്. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണെന്ന് പറഞ്ഞാൽ കോംപ്ലെക്സ് റിയൽ സ്കിൽസ് അസസ് ചെയ്യാം, ലേണിംഗ് ഗോൾസിനെ ക്ലാരിഫൈ ചെയ്യാം, പ്രോസസ് പ്ലസ് പ്രൊഡക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാം, മോഡേൺ ലേണിംഗ് തിയറിനെ റിഫ്ലക്റ്റ് ചെയ്യാം, എൻഗേജ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ എൻഹാൻസ് ചെയ്യാം, അതുപോലെ തന്നെ റിയൽ ലൈഫുമായിട്ട് ലിങ്ക് ചെയ്യാം, ലേണിങ്ങിനെ ടീച്ചിങ് ഇമ്പ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ ബ്രോഡർ ആൻഡ് ഡീപ്പർ ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റ് സ്കോപ്പ് ഉണ്ട്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ടൈം ഇൻറ്റൻസീവ് ആണ്, ഒരുപാട് സമയം എടുക്കും, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആയിരിക്കും, ഇൻഡിവിജ്വൽ ലെവലാണ്, പിന്നെ ജനറലൈസ് ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്, പിന്നെ റിസോഴ്സസ് സ്പേസിൻ്റെയൊക്കെ ഒരു റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. ഇനി വരുന്നത് എക്സാമിനേഷൻ ബേസ്ഡ് അസസ്മെൻറ്റ്. ഇത് അച്ചീവ്മെൻറ്റ്, എബിലിറ്റി, പെർഫോമൻസ് ഫോർമൽ എക്സാമിലൂടെ നോക്കുന്നതിനാണ് പറയുക. ഇത് മോസ്റ്റ്ലി സമ്മേറ്റീവ് ആണ്, അതായത് ഒരു എൻഡ് ഓഫ് ദ കോഴ്സ് ആയിരിക്കും നമ്മളിത് ചെയ്യുന്നുണ്ടാവുക. എസ്സേ, ഒബ്ജക്റ്റീവ് ഓർഡറിലൊക്കെയാണ് ഇതിൽ വരിക. ഗ്രേഡിംഗ്, സർട്ടിഫിക്കേഷൻ, അഡ്മിഷൻസ്, ക്ലാസിഫിക്കേഷനൊക്കെ വേണ്ടി ഇത് നമുക്ക് യൂസ് ചെയ്യാം. കൊഗ്നിറ്റീവ്, എഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻസിനെ ഇത് അസസ് ചെയ്യും. പിന്നെ ലേണിംഗ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതർ അസസ്മെൻറ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്യും, പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാം, സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യും, സെൽഫ് ഇവാലുവേഷനെ പ്രൊമോട്ട് ചെയ്യും. ഇനി വേറൊരു കൈൻഡ് ഓഫ് അസസ്മെൻ്റ് ആണ് ഡയലോഗ്. ഡയലോഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെർബൽ എക്സ്ചേഞ്ച് ഓഫ് തോട്ട്സ്, ക്വസ്റ്റ്യൻസ് ആൻഡ് ഐഡിയാസ് ബിറ്റ്വീൻ പീപ്പിൾ. ഈ അസസ്മെൻറ്റിൽ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ലേണിംഗ് എവിഡൻസ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ദി സ്റ്റുഡൻറ്റ്. ഇത് ഇമെയിൽ, ബ്ലോഗ്സ്, ചാറ്റ്സ്, വോയിസ് മെസ്സേജിലൂടെയൊക്കെ നടക്കും. പിന്നെ ഡയലോഗിനെ എങ്ങനെയാണ് നമ്മളൊരു അസസ്മെൻറ്റ് ടൂളായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നോളേജ് പ്രാക്ടീസിനെയൊക്കെ അസസ് ചെയ്യാൻ, പിന്നെ റിഫ്ലക്ഷൻ എവിഡൻസിനെ പ്രൊവൈഡ് ചെയ്യാൻ, പ്രൊഫഷണൽ ലേണിങ്ങിനെ അസസ് ചെയ്യാൻ. ഇനി എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡിസ്കഷൻസ്, റിഫ്ലക്റ്റീവ് ഡയലോഗ്സ്, പ്രൊഫഷണൽ കോൺവെർസേഷൻസ്, ഡയലോഗ് വിത്ത് എവിഡൻസ്, ഗ്രൂപ്പ് അസസ്മെൻറ്റ്, പ്രസൻറ്റേഷൻസ്, നരേറ്റീവ്, സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഡയലോഗിൻ്റെ ഭാഗമാണ്. എന്തൊക്കെയാണ് ഡയലോഗിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ കോംപ്രിഹെൻഷൻ ലെവൽ മനസ്സിലാക്കുക, ഇൻസ്ട്രക്ഷനെ മോഡിഫൈ ചെയ്യുക, ലേണിംഗ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, പ്രൊമോട്ട് ലേണിംഗ്,
reveal student thinking, and also understand the language use and communication. ഡയലോഗിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും, ഇൻട്രാക്റ്റീവ് ആയിരിക്കും, സ്റ്റുഡൻറ്റ് റിഫ്ലക്ഷനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് കോഗ്നിഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ലാംഗ്വേജ് ആൻഡ് കൾച്ചറുമായിട്ട് കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും, പിന്നെ ടീച്ചറിന് ഒരു ഡീപ്പ് കണ്ടന്റ് നോളജ് വേണം, പിന്നെ ടീച്ചർ അഡ്രസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വാട്ട് നോളജ്, ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ്, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഫീഡ്ബാക്ക് ത്രൂ മാർക്കിംഗ്. എന്തിനാണ് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു പെർഫോമൻസിനെ അസസ് ചെയ്തിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. പ്രോഗ്രസ്സും അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് ഒരു കുട്ടി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതും ഫീഡ്ബാക്കിന് കാണിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് വിശദീകരിക്കാനായിട്ട് കിട്ടും. ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മോസ്റ്റ് എഫക്റ്റീവ് ടൂളാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. കീ പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മാർക്സ് കൊടുക്കുന്നതിലൂടെ ഫീഡ്ബാക്ക് സ്റ്റുഡൻസിനും പാരൻസിനും കിട്ടും, അക്കാദമിക് അച്ചീവ്മെൻറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷെ അതൊരു ബിഹേവിയറിൻ്റെ എഫേർട്ടിനെയോ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അതുപോലെ തന്നെ അക്കാദമിക് മാർക്സിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ കണ്ടക്റ്റ് കമ്പയർ ചെയ്യാനായിട്ടും പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാരൻസിന് റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് കുട്ടികളെക്കുറിച്ച് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ കറണ്ട് ലെവൽ ഓഫ് വർക്ക് എന്താണെന്ന് മനസ്സിലാക്കും. ഇനി എന്തൊക്കെ ടൈപ്സ് ഓഫ് കമ്പാരിസൺ ആണ് മാർക്കിങ്ങിൽ വരിക? ഒന്ന് നോം റെഫറൻസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുക. ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, അതിനോട് കമ്പയർ ചെയ്യുക. ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ ഓൺ പൊട്ടൻഷ്യൽ. എഫേർട്ട് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ മാർക്സ് ഫോർ ഹാർഡ് വർക്ക് റിഗാർഡ്ലെസ് ഓഫ് പെർഫോമൻസ്, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതിനാണ് മാർക്സ്. ഇനി ഇംപ്രൂവ്മെൻറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ കമ്പയർഡ് ടു ഇനീഷ്യൽ പെർഫോമൻസ്. ഇനി സിമ്പിൾസ് മാർക്കിങ്ങിൽ ലെറ്റർ ഗ്രേഡ്സ് യൂസ് ചെയ്യാറുണ്ട്, ABC, ന്യൂമറിക്കൽ ഗ്രേഡ്സ് യൂസ് ചെയ്യണം, ഔട്ട് ഓഫ് 100, ഔട്ട് ഓഫ് 50 എന്നൊക്കെ പറയുമ്പോൾ പാസ് ഫെയിൽ സിസ്റ്റം, പാസ് ആണോ ഫെയിൽ ആണോ എന്ന് മാത്രം പറയാം. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇസ് ഇൻഫർമേഷൻ ഗിവൻ ആഫ്റ്റർ അസസ്മെൻറ്റ് ടു ഇംപ്രൂവ് സ്റ്റുഡൻറ്റ് പെർഫോമൻസ്. അതായത് എഡ്യൂക്കേഷൻ്റെ കേസിൽ വരുമ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അസസ്മെൻറ്റിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനാണ്. ഓക്കെ, ഇനി എന്താണ് ഫീഡ്ബാക്കിൻ്റെ പർപ്പസ്? അതായത് കുട്ടിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസും ലേണിംഗ് ഗോൾസും നമ്മളുടെ ഗ്യാപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസിനെ കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. സ്റ്റുഡൻറ്റ് റിഫ്ലക്ഷനും സെൽഫ് ഇംപ്രൂവ്മെൻറ്റും പ്രൊമോട്ട് ചെയ്യുക. ഗുഡ് ഫീഡ്ബാക്കിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റെലവൻ്റ് ആണ്, ഇൻഫോർമേറ്റീവ് ആണ്, സെൽഫ് അസസ്മെൻറ്റിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, ഡയലോഗിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. റോൾ ഓഫ് അസസ്മെൻറ്റ് ഫീഡ്ബാക്ക്. ടീച്ചർ ഫീഡ്ബാക്ക് കുട്ടിക്ക് കൊടുക്കുന്നു, കുട്ടി അവരുടെ പെർഫോമൻസ് മോഡിഫൈ ചെയ്യുന്നു, ന്യൂ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യുന്നു, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നു, സെൽഫ് അസസ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നു, കുറച്ചും കൂടി ഇൻഡിപെൻഡൻറ്റ് ലേണറായിട്ട് മാറുന്നു. ഫീഡ്ബാക്കിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അതായത് ഒരു പെർഫോമൻസ് കഴിഞ്ഞ് വിത്തിൻ അവേഴ്സോ അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് കൊടുക്കാം അല്ലെങ്കിൽ വിത്തിൻ ഡേയ്സ് കൊടുക്കാം, പക്ഷെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ ഡീറ്റെയിൽഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, ക്ലിയർ ലാംഗ്വേജിലായിരിക്കണം, സക്സസ് ആൻഡ് എറേഴ്സിൽ വേണം ഫോക്കസ് ചെയ്തത്, ബാലൻസ്ഡ് ആയിരിക്കണം, കംപ്ലീറ്റ് ക്രിറ്റിസിസം ആവരുത്, കംപ്ലീറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യുന്നൊന്നും ആവരുത്, ബാലൻസ്ഡ് ആയിരിക്കണം. പിന്നെ റെമഡിയൽ സജഷൻസ് ഒക്കെ കൊടുക്കാം, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്. പോസിറ്റീവ് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് ഫോക്കസ്ഡ് ആയിരിക്കണം, ഒരു എൻകറേജിങ് ടോണിൽ വേണം നമ്മൾ ഈ ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കിംഗ് ആൻഡ് ഫീഡ്ബാക്കിൽ പറയുന്നത് ടൈമിലി ഫീഡ്ബാക്ക് നമ്മൾ അസസ്മെൻറ്റിന് ശേഷം കൊടുക്കണം, ബിഹേവിയറിലും ഔട്ട്പുട്ടിലും വേണം ഫോക്കസ് ചെയ്യണം, ഒരാളുടെ വ്യക്തിത്വത്തിലല്ല. വെർബൽ ആവാം, റിട്ടൺ ആവാം, ക്ലാരിറ്റി വേണം, സിംപ്ലിസിറ്റി വേണം, അക്യുറേറ്റ് ആയിരിക്കണം. പിന്നെ ലേണിംഗ് ഔട്ട്കംസും സെറ്റ് ക്രൈറ്റീരിയയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം, കണ്ടന്റിനെ അഡ്രസ്സ് ചെയ്യണം, അതുപോലെ തന്നെ ഗ്രാമർ മെക്കാനിക്സ് ഒക്കെ അഡ്രസ്സ് ചെയ്യാം, ഡയലോഗ് ആൻഡ് ഡിസ്കഷനെ പ്രൊമോട്ട് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആൻഡ് ഫ്രീക്വൻ്റ് ആയിട്ട് മാർക്ക് കൊടുക്കേണ്ടതുണ്ട്, സ്റ്റാൻഡർഡൈസ്ഡ് ക്രൈറ്റീരിയ യൂസ് ചെയ്യാം, പിന്നെ മാർക്കിംഗ് സിമ്പിൾസ് എല്ലാം ക്ലിയർ ആണെന്നുള്ളത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ സെൽഫ് ആൻഡ് പിയർ ഇവാലുവേഷനെ പ്രൊമോട്ട് ചെയ്യാം, പിന്നെ പാരൻ്റൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിസ്റ്റം കൊടുക്കാം, പിന്നെ സ്കൂളിൻ്റെ ഫീഡ്ബാക്ക് പോളിസിയായിട്ട് അലൈൻ ചെയ്യണം, പിന്നെ സ്റ്റുഡൻസിനെ മാർക്ക് റിലേറ്റഡ് ഡിസിഷൻസിൽ ഇൻവോൾവ് ചെയ്യണം. പിയർ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതേ ഏജ് ഗ്രൂപ്പിലുള്ള നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പോൾ പിയർ അസസ്മെൻറ്റ് ചെയ്യുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ക്രൈറ്റീരിയ വെച്ചിട്ടാവാം. ഒന്നല്ല അത് ഫോർമേറ്റീവ് ആവാം, അതായത് ഓൺഗോയിങ് ആവാം, അല്ലെങ്കിൽ സമ്മേറ്റീവ് ആവാം, അതായത് എൻഡിൽ നടത്തുന്ന ഒന്നാവാം. ഇതിൽ ഗ്രൂപ്പ് ബേസ്ഡ് ഇവാലുവേഷൻ നടക്കാം, ഇൻഡിവിജ്വൽ അസസ്മെൻറ്റ്സ് വിത്തിൻ ഗ്രൂപ്പ് നടക്കാം. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ പിയർ വർക്കിൻ്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യുക, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഗീവ് ആൻഡ് റിസീവ് ചെയ്യുക. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും, ഓട്ടോണോമി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇമ്പ്രൂവ് ചെയ്യും, ഓണർഷിപ്പ് ഓഫ് ലേണിംഗ്, അതുപോലെ തന്നെ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ, ക്രിട്ടിക്കൽ അനാലിസിസ്, അഡീഷണൽ ഫീഡ്ബാക്ക് ഓപ്പർച്യൂണിറ്റീസ്, ടീച്ചറിൻ്റെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യും, കൊളാബറേഷൻ ആൻഡ് കോപ്പറേഷൻ എൻകറേജ് ചെയ്യും, ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, റിഫ്ലക്റ്റീവ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യും, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അക്യുറേറ്റ് ആയിട്ട്
അസസ്മെൻറ്റ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടാവണമെന്നില്ല. ടാസ്കിനെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല. പിന്നെ എല്ലാവർക്കും യൂണിഫോം മാർക്സ് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്വന്തം ഏജ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള കുട്ടികളെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. പിന്നെ മിസ്ഇൻഫർമേഷനൊക്കെ തരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ സൂപ്പർവൈസിങ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ. അതായത് പിന്നെ ടീച്ചറുടെ ഭാഗത്തുനിന്നും ഒരു എക്സ്ട്രാ സൂപ്പർവിഷൻ വേണം. ഇപ്പോൾ ഇവിടെ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ കൊടുത്തിട്ടുണ്ട്, പിയർ അസസ്മെൻറ്റ് ചെക്ക് ലിസ്റ്റ്. മൈ പിയർ യൂസ്ഡ് ന്യൂ ഇൻഫർമേഷൻ ടു സോൾവ് എ പ്രോബ്ലം എസ് നോ സംവാട്ട് കാര്യങ്ങൾ സ്റ്റുഡൻറ്റിൻ്റെ നെയിം. അത് ആണ് മറ്റൊരു കുട്ടിയെ അസസ് ചെയ്യുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് സെൽഫ് അസസ്മെൻറ്റ്. സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷനാണ്. അതൊരു ഓൺഗോയിങ് ഇവാലുവേഷൻ പ്രോസസ്സാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ദെയർ ഓൺ ലേണിംഗ് ആൻഡ് പെർഫോമൻസ് ആണ്. പിന്നെ അവരുടെ ലേണിംഗ് കോഴ്സും ക്രൈറ്റീരിയ ഒക്കെ അവർ മീറ്റപ്പ് ചെയ്യുന്നുണ്ടോ, അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഐഡൻറ്റിഫൈ ചെയ്യുക, കറക്റ്റീവ് അതായത് നമ്മളെ കറക്റ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക, നോളേജ് സ്കിൽസ് ആൻഡ് ലേണിംഗ് സ്ട്രാറ്റജീസിനൊക്കെ പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളത് അസസ് ചെയ്യാനൊക്കെ സാധിക്കും. ഇതിൽ മെയിൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക ഫോർ എക്സ്പെക്റ്റഡ് പെർഫോമൻസ്. ഒരാളുടെ ഓൺ വർക്ക് ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിനോട് എത്തുന്നുണ്ടോ, അതിൻ്റെ എത്ര ലെവൽ വരെ നമുക്ക് എത്താൻ പറ്റുന്നു എന്നൊക്കെ നോക്കാം. അപ്ലിക്കബിലിറ്റി എന്ന് പറയുമ്പോൾ ഏതൊരു ലേണിംഗ് ഔട്ട്കം ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ആണെങ്കിലും പ്രോസസ്സ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഇതിനെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിനും സ്യൂട്ടബിൾ ആണ്. പ്രോഗ്രസ് ടുവേർഡ് മാസ്റ്ററിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ സെൽഫ് അസസ്മെൻറ്റ് എങ്ങനെ എൻകറേജ് ചെയ്യാം, ഒരു അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ഒക്കെ കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡെവലപ്പ് ചെയ്യാം. പിയർ അസസ്മെൻറ്റ് ഒരു സപ്പോർട്ടിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യാം. റിഫ്ലക്ഷൻ ടൂൾസ് ലൈക്ക് പോർട്ട്ഫോളിയോസ് അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ചില പ്രോട്ടോകോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അതായത് കുട്ടികൾ ടീച്ചറിൻ്റെ മാർക്കിൻ്റെ പുറമെ അവർക്ക് വിഷമം വരാതിരിക്കാനോ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആവാതിരിക്കാനോ വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു പ്രോട്ടോകോളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. എന്താണ് സെൽഫ് അസസ്മെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് ആയിരിക്കും, ഓണർഷിപ്പ് ഓഫ് ലേണിംഗ് ഉണ്ട്, സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആയിരിക്കും. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ക്രൈറ്റീരിയ നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും, റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്, മോട്ടിവേഷൻ, ക്വിക്ക് ആൻഡ് എഫക്റ്റീവ് ഫീഡ്ബാക്ക്, സെൽഫ് മോണിറ്ററിങ്, റിഫ്ലക്ഷൻ, ഓട്ടോണമി, അവയർനെസ് ഇൻ ഗ്രൂപ്പ് റോൾസ്, ജഡ്ജ്മെൻറ്റ് ആൻഡ് വാലുവേഷൻ സ്കിൽസ്, പിന്നെ ഗോൾ സെറ്റിംഗ്, പ്ലാനിങ്, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, അക്യുറേറ്റ് ആയിട്ട് അസസ് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് സ്കിൽസ് ഉണ്ടാവില്ല, അൺറിലയബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സെൽഫ് അസസ്മെൻറ്റ് സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. സെൽഫ് മോണിറ്റർ ചെയ്യുക, അവയർനെസ് ഓഫ് തിങ്കിങ് ഓർ ആക്ഷൻസ്, സെൽഫ് ജഡ്ജ് ചെയ്യുക, അതിനുശേഷം ലേണിംഗ് ടാർഗറ്റ്സ്. ഇത് ഇങ്ങനെ ഒരു സൈക്കിളാണ്. വി ഹാവ് ടു കീപ്പ് ഓൺ ഗോയിങ് ഇൻ ദിസ്. ഇവിടെയും ഒരു ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അബൌട്ട് സെൽഫ് അസസ്മെൻറ്റിൻ്റെ ന്യൂ ഇൻ്റഗ്രേഷൻ ഉൾപ്പെടുത്താനായി സാധിച്ചു, വെരി പുവർ, എക്സലൻ്റ് എന്നൊക്കെ പറഞ്ഞ് ടിക്ക് ചെയ്യാണ്. അടുത്തത് ഫോർമേറ്റീവ് യൂസ് ഓഫ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. എന്താണ് ഫോർമേറ്റീവ് യൂസ് ഓഫ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് യൂസിങ് ദ റിസൾട്ട്സ് ഓഫ് സമ്മേറ്റീവ് വാല്യുവേഷൻസ്. സമ്മേറ്റീവ് വാല്യുവേഷൻ നമ്മൾ എപ്പോഴാണ് നടക്കുക, ഒരു യൂണിറ്റിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു ടേമിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു ഫൈനൽ പ്രോജക്റ്റ് ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ നടത്തുന്നത്. ടു ഗൈഡ് ഫർദർ ലേണിംഗ് ആൻഡ് ടീച്ചിങ്. ആ സമ്മേറ്റീവ് വാല്യുവേഷൻ്റെ റിസൾട്ട് ഉപയോഗിച്ച് ഫർദർ ലേണിംഗ് അല്ലെങ്കിൽ ഓൺഗോയിങ് ലേണിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ സമ്മേറ്റീവ് അസസ്മെൻറ്റ്സ് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രേഡിങ്ങിന് വേണ്ടിയാണെങ്കിൽ അവരുടെ ഔട്ട്കം നമ്മുടെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ കോർ ഐഡിയ എന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റുഡൻറ്റിൻ്റെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാം, ടീച്ചിങ് സ്ട്രാറ്റജീസ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഏതെങ്കിലും വീക്ക് ഏരിയാസ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ സ്ട്രോങ് വൺസിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഫോർമേറ്റീവ് യൂസ് ഓഫ് സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ കീ പോയിൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇഫക്റ്റീവ് ഫീഡ്ബാക്ക്. സമ്മേറ്റീവ് അസസ്മെൻറ്റ്സ് ഒരു ക്ലിയർ ഫീഡ്ബാക്ക് തരും. പിന്നെ നമ്മുടെ റെമഡിയൽ ആക്ഷനും അതുപോലെ തന്നെ ഒരു സ്ട്രെങ്ത്സ് ഓഫ് എൻറിച്ച്മെൻറ്റ് തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡുവൽ പർപ്പസാണ്. അതായത് സമ്മേറ്റീവ് ടെസ്റ്റ് ഫൈനൽ അച്ചീവ്മെൻറ്റിനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്കിൽ പോലും ആ ബ്രോഡർ കരിക്കുലത്തിനുള്ളിൽ ഒരു കുട്ടിയുടെ പ്രോഗ്രസ് കാണിക്കാനായിട്ട് അതിന് സാധിക്കും. പിന്നെ ഇൻസ്ട്രക്ഷണൽ ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ്, മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്പീഡ് ഓർ പേസ് ഒക്കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് എല്ലാ സ്റ്റുഡൻസിനെയും അവരുടെ ഓൺ പെർഫോമൻസിനെ കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യും, വാട്ട് ടു ലേൺ നെക്സ്റ്റ് ആൻഡ് ഹൗ ടു ഇംപ്രൂവ്. പിന്നെ കോഴ്സ് പ്ലാനിങ്, സമ്മേറ്റീവ് ഔട്ട്കംസിന് സ്റ്റുഡൻസിനെ സബ്ജക്ട്സ് ചൂസ് ചെയ്യാനും കോഴ്സസ് ചൂസ് ചെയ്യാനും ബേസ്ഡ് ഓൺ ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് കാപ്പബിലിറ്റീസിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും.
പിന്നെ സ്റ്റുഡൻറ്റ് ഓണർഷിപ്പ്, സ്റ്റുഡൻറ്റ് തന്നെയാണ് അവരുടെ ലേണിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. സെൽഫ് ഡയറക്റ്റഡ് ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും. സെൽഫ് അവയർനെസ്സും മോട്ടിവേഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യും. സെൽഫ് അവയർനെസ് ഓഫ് ലേണിംഗ് സ്റ്റൈൽ, സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ്, അതുപോലെ തന്നെ കോൺഫിഡൻസും മോട്ടിവേഷനും ഒക്കെ നമുക്ക് അസസ്മെൻറ്റ് ഉപയോഗിച്ച് കൺസ്ട്രക്റ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ യൂണിറ്റ് 2 അസസ്മെൻറ്റിൻ്റെ ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു ചാപ്റ്ററാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ.